വാട്സപ്പ് ഗ്രൂപ്പിലും പേഴ്സണലായിട്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളതിന് സിനിമ ഡയലോഗുള്ള സ്റ്റിക്കേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജൊക്കെ നമ്മൾ റീപ്ലൈ ആയിട്ട് കൊടുക്കാറില്ലേ? അതിനു പകരം സിനിമയിലെ നല്ല തഗ് ഡയലോഗ്സുകൾ റീപ്ലൈ അയച്ചു കൊടുത്താലോ? അതിനു പറ്റുന്ന കിഡിലൻ ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ദശമുലം ദാമുവിൻ്റെ എന്തോ ഏതോ, അതുപോലെ കരിക്കിലെ എന്ത് ചളിയാടോ, ഇതുപോലെയുള്ള കിഡിലൻ റീപ്ലൈകൾ ഇനി ഓഡിയോ സന്ദേശമായിട്ട് നമുക്ക് സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലാണ് ഉണ്ടാകുക. ഇനി യൂട്യൂബിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവില്ല, ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാവുക. ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു വെബ് പേജ് ഓൺ ആയി കിട്ടും. അത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം. ആപ്ലിക്കേഷനിൽ അനാവശ്യ പെർമിഷനോ അമിതമായ പരസ്യങ്ങളോ ഇല്ല. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനിൽ വലിയൊരു പോരായ്മ കൂടിയുണ്ട്. അത് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ആ പോരായ്മ ഉണ്ടെങ്കിലും മികച്ചൊരു ആപ്ലിക്കേഷൻ തന്നെയാണിത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻസിലാണ് നിങ്ങൾ ഉണ്ടാവുക. അവിടെ നിങ്ങൾക്ക് കാണാം ബാബുവേട്ടൻ, ദശമുലം ദാമു, ദിലീപ്, അങ്ങനെ ക്യാരക്ടർ നെയിമും ഒറിജിനൽ ആക്ടറുടെ നെയിമും ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഡയലോഗ്സ്, മാസ് ഡയലോഗ്സും കോമഡി ഡയലോഗ്സും ഒക്കെ അതിനകത്തുണ്ടാവും. അത് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഇവിടെ ബാബുവേട്ടൻ്റെ ഓപ്ഷൻസ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓരോ ക്യാരക്ടർ ഓപ്ഷനകത്തും ഇതുപോലെ അവരുടെ വൈറലായ ഡയലോഗ് ഉണ്ടാവും. ആ ഡയലോഗിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കിട്ടും. എന്നിട്ട് ജസ്റ്റ് ആർക്കാണ് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഫ്രണ്ട് പേജിലെ ആക്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇമോഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ് അനുസരിച്ചിട്ട് ഡയലോഗ്സ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് മാസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ നല്ല നല്ല മാസ് ഡയലോഗ്സ് ഉണ്ട്. അത് നമുക്ക് ഇതിൽ നിന്ന് പ്ലേ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് സെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അവസാനം നിങ്ങൾക്ക് മൂവീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് കാണാം ഫ്രണ്ട് പേജിൽ തന്നെ. അതിൽ നിരവധി മൂവീസിൻ്റെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് ഏത് മൂവീസിൻ്റെ ഡയലോഗാണ് വേണ്ടത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിരവധി ഡയലോഗ്സ് ആ മൂവിയിലേതുണ്ടാവും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഇനി ഏതെങ്കിലും ഒരു ഡയലോഗ് നിങ്ങൾ സ്ഥിരമായിട്ട് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഫേവററ്റിൽ വെക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അവിടെ ജസ്റ്റ് സ്റ്റാറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് സ്റ്റാർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേവ് ചെയ്ത ഡയലോഗ് ഇതിലുണ്ടാവും. ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യേണ്ട ഒരു ഓപ്ഷനുണ്ട്. ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമ്പോൾ അതിനെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതുകൂടി ഞാൻ പറയാൻ ബാധ്യസ്ഥനാണല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കരനാണല്ലോ നിങ്ങളെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഞാൻ ഷെയർ ചെയ്യുമ്പോൾ എന്താണ് പോരായ്മ എന്ന് കാണിച്ചു തരാം. അത് കാര്യമാക്കേണ്ട പോരായ്മ ഒന്നുമല്ല, എങ്കിലും അതൊരു പോരായ്മ തന്നെയാണ്. ജസ്റ്റ് ഞാനത് വാട്സപ്പിലേക്ക് ഇപ്പോൾ ഷെയർ കൊടുക്കുകയെന്ന്. ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ ഇന്നലെ ഒരുപാട് ചാറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനത് സെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. വാട്സപ്പിൻ്റെ അകത്ത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അയച്ച ഓഡിയോ മെസ്സേജ് അവിടെ സ്വതന്ത്രമായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അയച്ചതായിരിക്കുമല്ലോ. ഇപ്പോൾ ഈ മുകളിലത്തെ മെസ്സേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ റീപ്ലൈ ആയിട്ട് ഓഡിയോ കൊടുത്തതെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇതുപോലെ ആരോ മാർക്ക് കൊടുത്തിട്ടാണല്ലോ റീപ്ലൈ കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതായത് അത് ഡയറക്റ്റ് പോയിട്ട് വാട്സപ്പിൽ വീഴേ ചെയ്യുക. അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് വീണ്ടും ആ മുകളിലുള്ള ഓഡിയോന് വേണ്ടിയിട്ടാണ് ഈ ഡയലോഗ് അയച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും മാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ആരോ മാർക്ക് ഇതുപോലെ കൊടുത്തിട്ട് വീണ്ടും സെൻഡ് ചെയ്യേണ്ടി വരും. എങ്കിലേ ആൾക്കാർക്ക് മനസ്സിലാവും ഇന്ന ഓഡിയോൻ്റെ റിപ്ലൈ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് എന്ന്. അപ്പോൾ അതൊരു വലിയ പോരായ്മ തന്നെയാണ്. തുടർന്നുള്ള അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ കമ്പനി തന്നെ അതിനുള്ള പോംവഴി കണ്ടെത്തുന്നതാണ്. വാട്സപ്പിനകത്ത് നിന്ന് തന്നെ ഇത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനൊക്കെ അവർ കൊണ്ടുവരുന്നതാണ്. ഇപ്പോൾ തന്നെ എല്ലാ അപ്ഡേറ്റിലും അവർ പുതിയ പുതിയ ഡയലോഗ്സ് ആ ആപ്ലിക്കേഷനകത്ത് കൊണ്ടുവരുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഞാൻ ഉപയോഗിച്ച് നോക്കി. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെ റിപ്ലൈ കൊടുക്കുന്ന പേഴ്സണൽ ചാറ്റിനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഗ്രൂപ്പ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഏതിനുള്ള മറുപടിയാണെന്ന് അപ്പാടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവും. കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ബുദ്ധിമുട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ആപ്ലിക്കേഷൻ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.